കുട്ടനാട്ടുകാരിയായ എൻ്റെ ഗ്രാമപ്രദേശത്ത് ഞാൻ വളരുന്ന സമയത്ത് അധികം വെജിറ്റബിൾ ഷോപ്സ് ഒന്നുമില്ല. അപ്പോൾ വീട്ടിലെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് ആയിരുന്നു കൂടുതലും ഞങ്ങളൊക്കെ തോരൻ വെച്ചിരുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് വെക്കുന്നൊരു തോരനായിരുന്നു ഓമയ്ക്ക തോരൻ. ഓമയ്ക്കായ്ക്ക് ഓരോ നാട്ടിലും ഓരോ പേര് പറയും. കപ്ലങ്ങയെന്നും പപ്പയായെന്നും ഒക്കെ പറയും. പഴുത്താൽ ഇതൊരു ഫ്രൂട്ടാണ്, പച്ചയ്ക്കാണെങ്കിൽ ഒരു വെജിറ്റബിളുമാണ്. പഴുത്ത രുചി എനിക്കിഷ്ടമില്ല. അത് ഞാൻ പഴുത്ത് കിട്ടിയാൽ ഞാൻ അത് മുഖത്ത് വരട്ടും, ഗ്ലോ തരുമല്ലോ. പച്ചയ്ക്കാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഈ 25 വർഷം കാനഡയിൽ ജീവിച്ചാൽ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിലെ ഒരു തോരനാണ് ഓമയ്ക്ക തോരൻ. ഞാൻ ഇവിടോട്ട് മൂവ് ചെയ്ത സമയത്ത് സൗത്ത് അമേരിക്കൻ ഷോപ്സിലും ഏഷ്യൻ ഷോപ്സിലും ഒക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സാധാ എല്ലാ ഗ്രോസറി ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇപ്പം വളരെ വില കുറവുമാണ്. അപ്പം നമുക്ക് റെഗുലറായിട്ട് മേടിച്ച് തോരൻ വെക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഞാൻ 2 മീഡിയം സൈസിലെ ഓമയ്ക്ക എടുത്തത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് വേ ചെയ്തു. 1 കിലോ ഉണ്ട്. ഇതിനനുസരിച്ചുള്ള കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ 6-7 കഷ്ണം കൊച്ചുള്ളി വേണം. ഇതിനകത്ത് 2 എണ്ണം നമ്മൾ കടുക് വറുക്കാനായിട്ടെടുക്കും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 ഗാർലിക് ക്ലോവ്സ് ആണ്. തോരന്, ഓമയ്ക്ക തോരന് ഗാർലിക്ക് മസ്റ്റാണ്. ഈ ഓമയ്ക്ക തോരനെ പച്ചമുളകിൻ്റെ രുചി എപ്പോഴും മുന്നോട്ട് നിൽക്കണം. ഇവിടെ ഞാൻ 6 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 എണ്ണം നീളമുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും ലോങ് ഗ്രീൻ ചില്ലിയാണ് ഫ്ലേവർ തരുന്നത്. തായ് ചില്ലി എരിവ് തരും. പച്ചമുളകിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കുന്നതാണ് ഓമയ്ക്ക തോരൻ്റെ റിയൽ ടേസ്റ്റ്. പക്ഷേ നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇത് നമ്മുടെ കൊച്ചുള്ളിയും എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഓമയ്ക്കായും എല്ലാം കൂടെ നമുക്ക് ഒരു ചോപ്പറിനകത്തിട്ട് പതുക്കെ പൾസ് ചെയ്തെടുക്കുക. ഒത്തിരി സ്പീഡ് ചെയ്യരുത്. പതുക്കെ പൾസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെ പൾസ് ചെയ്ത് ഇച്ചിരി വലുപ്പമുണ്ട്. ഒന്നുകൂടെ നമുക്ക് പൾസ് ചെയ്തെടുക്കാം. കണ്ടോ? ഈ പരുവത്തിൽ കണ്ടോ? കുഴഞ്ഞൊന്നും പോയിട്ടില്ല. പൾസ് ചെയ്തെടുക്കുമ്പോൾ അതൊന്നും കുഴഞ്ഞൊന്നും പോകത്തില്ല. നമ്മൾ കൈകൊണ്ട് അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഇരിക്കും. നമുക്ക് ബാക്കിയുള്ള ഓമയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുക്കാം. നാട്ടിലൊക്കെ നമ്മുടെ അമ്മച്ചിമാരെ ഈ ഓമയ്ക്കത്തോരനൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഞെരടും. നമ്മളിങ്ങനെ എല്ലാം കൂടെ ഇട്ട് പൾസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കൈ ഇട്ട് അങ്ങനെ ഞെരടേണ്ട കാര്യമില്ല. എല്ലാം നല്ല യോജിച്ചിരിക്കും. ഇവിടെ കടുക് വറുക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുകുണ്ട്. 1 ടീസ്പൂൺ അരി ഇതിനൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ്. ഈ ജീരകവും തേങ്ങായും കൂടെ നമ്മൾ അരയ്ക്കാത്തത് കൊണ്ട് ഞാൻ ഈ ജീരകം ഒന്ന് ചതച്ചെടുക്കാൻ പോവാന്ന്. ഈ അരി കടുക് വറുക്കുമ്പം ചേർക്കുന്ന ചിലരാണെങ്കിൽ അരിക്ക് പകരം ഉഴുന്ന് ചേർക്കും. ഈ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിയുണ്ട്, ചെറുതായിട്ട്. ഒത്തിരി അങ്ങ് പൊടിഞ്ഞിട്ടില്ല. അതാ ഈ പരുവത്തിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ വെജിറ്റബിൾസിനെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. വെളിച്ചെണ്ണയാണ് ഫ്ലേവർ തരുന്നത്. കടുകിട്ട് പൊട്ടുമ്പോഴേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്ത കൊച്ചുള്ളി. പിന്നെ നമ്മുടെ കറിവേപ്പില ഇടാം. എൻ്റെ വായിൽ എപ്പോഴും കരിയാപ്പില എന്നാണ് വരുന്നത്. അങ്ങനെയൊക്കെ പഠിച്ച് ശീലിച്ചു പോയി. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് നമ്മുടെ 3/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാമെന്നേ. കാരണം ചെറിയ തീയിലിട്ടാണ് ചെയ്യുന്നത്, അല്ല മഞ്ഞളങ്ങ് കരിഞ്ഞു. എന്നിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ മീഡിയത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മിഡിലായിട്ട് ഞാൻ
1.5 കപ്പ് തേങ്ങ. ഈ അരിഞ്ഞു വെച്ച ഓമയ്ക്ക ഏകദേശം 5 കപ്പ് ഉണ്ടായിരുന്നു. തേങ്ങയ്ക്ക് ഒരു പിശുക്കും കാണിക്കല്ലേ, തേങ്ങ വേണം, നമ്മുടെ ഓമയ്ക്കത്തോരന് രുചി വേണമെങ്കിൽ. എന്നിട്ട് ഇത് ഞാനിങ്ങനെ പൊത്തി വെക്കുക. അതിൻ്റെ മുകളിൽ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് ഒന്ന് നന്നായിട്ട് പൊത്തി വെക്കുക എന്ന് പറയാം. എൻ്റെ അമ്മ പറയുന്നത് തല്ലി പൊത്തി വെക്കുക. അങ്ങനെ വെച്ചിട്ട് നമുക്ക് അടപ്പ് എടുത്ത് വെക്കാം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും നമുക്കിത് തല്ലിപ്പൊത്തി കവർ ചെയ്ത് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ ഈ ആവിയിൽ ഇത് വെന്തോളും. നമ്മൾ ഒട്ടും വെള്ളം ഓമയ്ക്കത്തോരനകത്ത് ചേർക്കരുത്. അപ്പോൾ ഒരുമാതിരി ഒരു വെള്ളം പിടിച്ചിരിക്കും. ഇതാ വീണ്ടും ഇവിടെ ആവി ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് ഒരു വേകുന്ന വരെ ഒരു 10-15 മിനിറ്റ് എടുക്കും. ഇവിടെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തല്ലിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് വേകുന്ന വരെ ഒരു 10-15 മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇതാ ഇവിടെ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. കുക്കായിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പുമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. വീണ്ടും ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തല്ലിപ്പൊത്തി വെച്ചിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിൻ്റെ നടുക്കോട്ടിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് പിച്ചിയിടുക എന്ന് പറയും. നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ, കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് മുറിച്ചിടുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അടച്ച് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന വെളിച്ചെണ്ണയെല്ലാം എല്ലായിടത്തും ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് എടുക്കാം. ഈ തണുപ്പ് സ്ഥലങ്ങളിൽ കിട്ടുന്ന വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയിലല്ലേ ഇരിക്കുന്നത്. അപ്പം ഞാനത് എല്ലായിടത്തും ഒന്ന് യോജിപ്പിക്കട്ടെ. നമ്മുടെ ഓമയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓമയ്ക്കത്തോരൻ്റെ വീഡിയോ കണ്ടപ്പോഴേ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇല്ലേ? പണ്ട് അമ്മച്ചിമാരുണ്ടാക്കി തന്നതും അമ്മമാരുണ്ടാക്കി തന്നതൊക്കെ. ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരാളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അടുത്ത വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓമയ്ക്കത്തോരനാണ്. അപ്പോൾ പറഞ്ഞു, അയ്യോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടാക്കി തരുമെന്ന്. അപ്പം നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമുക്കിത് കാണുമ്പോൾ ഓർമ്മ വരും അല്ലേ? ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓമയ്ക്കത്തോരൻ കൂട്ടി ഞാനൊരു ഇച്ചിരി ചോറ് കഴിക്കട്ടെ. എനിക്ക് അയില വറുത്തമുണ്ട്, അതുപോലെ തക്കാളിക്ക കറിയുണ്ട്. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഉള്ളത് കൊണ്ട് കൊള്ളാം, നന്നായിട്ട് വന്നു. അപ്പം ട്രൈ ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ.